ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 21 അധ്യായം 6 വാക്യം. വള്ളത്തിന്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷം ശിമിയോൻ പത്രോസ് ശിഷ്യന്മാരുമായിട്ട് മീൻ പിടിക്കാൻ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. തനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ജോലി ചെയ്യാനായിട്ട് ശിമിയോൻ പത്രോസ് പോവുകയായിരുന്നു. ഒരു രാത്രി മുഴുവൻ അവൻ അധ്വാനിച്ചിട്ടും തനിക്കറിയാവുന്ന ജോലി ചെയ്തിട്ടും ഒരു മത്സ്യത്തെ പോലും അവന് കിട്ടിയില്ല. അത്രയേറെ നിരാശപ്പെട്ടിരുന്ന അവനോട് ഈശോ പറയുന്ന വാക്കുകൾ, നീ വള്ളത്തിന്റെ വലതുവശത്ത് വലയിടുക, നിങ്ങൾക്ക് കിട്ടും. ഉറപ്പോടുകൂടി ആ ഒരു വചനം കേൾക്കാനായിട്ട് ശിമിയോൻ പത്രോസ് തയ്യാറായി. ഈ രാത്രി മുഴുവൻ അവൻ വല വീശിയപ്പോൾ ഒരു സൈഡിലേക്കല്ല വീശിയത് എന്ന് നമുക്കറിയാം. പല പ്രാവശ്യം ഈ വള്ളത്തിന്റെ വലതുവശത്തും അവൻ വലയിട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും അവന് മത്സ്യത്തെ ലഭിച്ചില്ല. പക്ഷേ ഇത് കേട്ടപ്പോൾ അതാരാണ് പറയുന്നത് എന്ന് പോലും മനസ്സിലാക്കാതെ അത് കേൾക്കാനായിട്ട് തയ്യാറായപ്പോൾ അവിടെ അത്ഭുതം നടക്കുന്നത് കാണുന്നുണ്ട്. വേണമെങ്കിൽ ശിമിയോൻ പത്രോസിന് തിരിച്ചു ചോദിക്കായിരുന്നു, എന്തിനാണ് ഞാൻ വലയിടേണ്ടത്? ഞാൻ ഒത്തിരി പ്രാവശ്യം വലയിട്ടതല്ലേ, എനിക്ക് മത്സ്യത്തെ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ, പിന്നെ എന്തിന് ഞാൻ വലയിടണം? പക്ഷെ വചനം കേട്ട് അതനുസരിച്ചപ്പോൾ അവർക്ക് മത്സ്യത്തെ ലഭിക്കുന്നത് കാണുന്നുണ്ട്. ഈ അത്ഭുതം കണ്ടപ്പോൾ അത് ഈശോയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈശോയുടെ പക്കലേക്ക് അവർ കടന്നു വരുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഈശോ ഇങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരുപക്ഷെ ഭൗതികമായ അറിവ് നമുക്കുണ്ടായിരിക്കാം. നമ്മൾ പല കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നുണ്ട്. അവിടേക്ക് പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ സ്വന്തം ശക്തിയിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകാതെ ദൈവം നമ്മോട് പറയുന്നത് കേൾക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തില് ഇന്ന് ഇത് ഇല്ലാതെ പോവുക. സ്വന്തം കഴിവിൽ ആശ്രയിക്കുക. മറ്റുള്ളവരിലൂടെ എന്റെ ദൈവം പല കാര്യങ്ങള് എന്റെ ജീവിതത്തിൽ പറഞ്ഞു തരുമ്പോൾ അത് കേൾക്കാനായിട്ടോ അതനുസരിക്കാനായിട്ടോ പലപ്പോഴും നമ്മൾ തയ്യാറാവുന്നില്ല. എനിക്ക് ബുദ്ധിയുണ്ട്, എനിക്ക് അറിവുണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് ജോലിയുണ്ട്, എനിക്ക് സമ്പത്തുണ്ട്, പിന്നെ എന്തിന് ഞാൻ ഈ വാക്കുകൾ കേൾക്കണം? നമ്മുടെയൊക്കെ ജീവിതത്തില് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഭൗതികമായ ജ്ഞാനത്തില് മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോവുക. എന്റെ കഴിവിൽ മാത്രം ആശ്രയിച്ച് ഞാൻ മുന്നോട്ട് പോയാൽ അവിടെയൊക്കെ പരാജയം സംഭവിക്കും. ഈ ശിമിയോൻ പത്രോസിനെ പോലെ ജീവിതത്തില് ഒത്തിരിയേറെ അധ്വാനിച്ചിട്ടും ഒന്നും നേടാൻ സാധിക്കാതെ പരാജയപ്പെട്ടു പോയ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്കും ദൈവത്തിന്റെ വചനം കേൾക്കാം. പലരിലൂടെ എൻ്റെ ദൈവം എന്നോട് സംസാരിക്കുമ്പോൾ അവ കേൾക്കാനായിട്ട്, അവയെ അനുസരിക്കാനായിട്ട്, സ്വന്തം കഴിവിൽ മാത്രം ആശ്രയിച്ച് അഹങ്കരിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകാതെ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അവന്റെ വചനം അനുസരിച്ച് ജീവിക്കുവാനായിട്ട്, അവനോട് ചേർന്ന് ജീവിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കുക. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.